1200cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 2000 RPM-നകത്ത് വെച്ച് ഡ്രൈവ് ചെയ്താൽ മതി. നമ്മൾ നല്ല മൈലേജും കിട്ടും, അത്യാവശ്യം നല്ല സാമാന്യ സ്പീഡും കിട്ടും അല്ലേ. ഗ്രാൻഡ് i10 2016 മോഡലാണ്. അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് സെയിൽ ചെയ്യാം. അത് മാനുവലിൽ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. നമസ്കാരം, അമൃതാണ്. ഞാനിപ്പോൾ അഞ്ചേങ്ങ് വഴിയുള്ള കോസ്റ്റൽ ഡ്രൈവിലാണ്. ഈ സൈഡ് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിലും ഭയങ്കര വിഗറസ് ആയിട്ടുള്ള തിരകളാണ്. ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള ബിൽഡിങ്സ് എല്ലാം ഒരുപാട് നശിച്ചു പോയെന്ന് തന്നെ പറയാം. നല്ലൊരു സീവോളൊക്കെ കെട്ടിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും അതിലൊന്നും നിൽക്കുന്നില്ല. അതും കൂടെയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോണ നിലയിലുള്ള കടലാക്രമണമാണ്. ഇവിടെയൊക്കെ കണ്ട് തിരമാല അടിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടൊരു റിസർച്ചിലായിരുന്നു. ഒരു 12 ബഡ്ജറ്റിൽ ഒരു SUV ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ എങ്കിലും ഒരു 12 ബഡ്ജറ്റിൽ SUV നോക്കിയിട്ട് കൈഗറുണ്ട്, അതുപോലെ നിസാൻ്റെ മാഗ്നൈറ്റ് ഉണ്ട്, അതെല്ലാം ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിലാണ്. ഈ പ്രൈസ് പോയിന്റിലല്ല, കുറച്ചും കൂടെ താഴ്ന്ന പ്രൈസ് പോയിന്റിലാണ്. പിന്നെ മാരുതി ഇപ്പോൾ പുതിയ ബ്രീസ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്രീസയാണോ ബ്രെസയാണോ? അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ 12 ക്രോസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ കൈഗറായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ടാറ്റയുടെ പഞ്ചും ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും പഞ്ച് പോയി ടെസ്റ്റ് റൈഡൊക്കെ ചെയ്തിട്ട് അത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. വണ്ടി നല്ല സ്ട്രോങ് ആണ്, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. വോൾവോ S60 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. റെനോയുടെ കൈഗറും സേഫ്റ്റിയിൽ നമ്മുടെ ഡ്രൈവറിനെ പോലെ തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടാറ്റയുടെ ഒരു ഡിസൈൻ ഫിലോസഫി ഒന്നും ആളിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറച്ചൊരു കോമ്പാക്റ്റ് ആയിപ്പോയി. ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രൈസ് ഒത്തിരി കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അവർ ഇലക്ട്രിക് കാറുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇലക്ട്രിക് കാറുകളിലേക്ക് ആളുകൾ സ്വിച്ച് ചെയ്യണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോൾ സ്ട്രെങ്തും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ അത്രയ്ക്ക് ഉള്ളതുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ 12 എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റിൽ, 12 എന്നുള്ള പ്രൈസ് പോയിന്റിലല്ലേ, ഏതാണ്ട് ഒരു 11 സംതിങ് എന്നുള്ളൊരു പ്രൈസ് പോയിന്റിൽ പഞ്ച് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് എനിക്കും തോന്നി. പിന്നെ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളിന് ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ടൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ എങ്കിലും ബാക്ക് വരുമ്പോഴത്തേക്ക് അതെങ്ങനെയൊക്കെ അങ്ങ് ഒതുക്കിയിരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ വണ്ടിയുടെ SUV ആണെങ്കിൽ പോലും ഒരു ചെറിയ വണ്ടിയുടെ ഒരു സ്റ്റാൻസ് ഒക്കെയാണ്. പക്ഷേ എങ്കിലും നല്ല സസ്പെൻഷൻ സിസ്റ്റം ഒക്കെയാണ്. കാരണം ഫ്രണ്ടിലത്തെ സസ്പെൻഷനിലൊരു വിഷ് ബോണൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു നല്ല ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ ഒരു സസ്പെൻഷൻ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രണ്ട് കാറുകളും, കൈഗറായിരുന്നാലും ടാറ്റയുടെ പഞ്ചായിരുന്നാലും, സസ്പെൻഷനിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഏത് വണ്ടിയാണെന്നുള്ളത് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ആളിൻ്റെ കയ്യിലിരിക്കുന്ന ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10 2016 മോഡലാണ്. അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് സെയിൽ ചെയ്യണം. അത് മാനുവലിൽ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് ചെയ്ത്, കാരണം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ ഒന്ന് അറിയാൻ വേണം. ഏതാണ്ട് 5 ഇയേഴ്സ് ആയ സ്ഥിതിക്ക് ആളുടെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വാങ്ങുന്നവർക്ക് ആ ഒരു വണ്ടിയെക്കുറിച്ച് ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്കത് വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി എൻ്റെ ഒരു ഫീഡ്ബാക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 5 ഇയർ യൂസർ എക്സ്പീരിയൻസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. സാധാരണ അണ്ടർ 4 മീറ്ററിലുള്ള വണ്ടികളിൽ ഒരുപാട് ടോൾ ബോയ് ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോഡി റോളായിരിക്കും. ഈവൻ മറിയാൻ വരെ സാധ്യതയാണ് ഒരു വണ്ടി. അപ്പോൾ അതിൽ സാൻഡ്രോയെക്കാട്ടിലും കുറച്ചും കൂടെ എയറോഡൈനാമിക് ആയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ഒഴിഞ്ഞ് ബാക്കിൽ വന്നിരിക്കുകയാണ്. ഒരു കൂപ്പേ പോലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. കാരണം അവരൊരു ഫ്ലൂയിഡിക് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡിസൈൻ ഫിലോസഫി തന്നെ ചേഞ്ച് ചെയ്തത് ഇത്തരം കാറുകളിലാണ്. അതുപോലെ വെർണ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ, പിന്നെ ഉണ്ടായി ആ ഒരു ഫ്ലൂയിഡിക് ഡിസൈൻ എന്നുള്ളൊരു ബ്രാൻഡിങ്ങിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓവറോൾ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടിയാണ്. സിംഗിൾ യൂസറാണ്. അതുപോലെ ഈ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് ഇറക്കിയ സമയത്ത് തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയായിട്ട് ഓൾമോസ്റ്റ് സെയിം ഒരു കൈൻഡ് ഓഫ് നേച്ചറാണ്. നമ്മളിപ്പോൾ ആക്സിലറേഷൻ ഇല്ലാതെ തന്നെ ഒരു കാര്യമുണ്ട്, ഇത് 1.2 ലിറ്റർ എഞ്ചിനല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു ടോർക്ക് നല്ല പോലെ ഉണ്ട്. പിന്നെ എനിക്ക് ഗിയർ ഷിഫ്റ്റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1200cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 2000 RPM-നകത്ത് വെച്ച് ഡ്രൈവ് ചെയ്താൽ മതി. നമ്മൾ നല്ല മൈലേജും കിട്ടും, അത്യാവശ്യം നല്ല സാമാന്യ സ്പീഡും കിട്ടും അല്ലേ. ഓക്കെ, 50 സ്പീഡൊന്ന് ഇടാൻ വേണ്ടി ഡ്രൈവ് ചെയ്തതന്നേ ഉള്ളതായിട്ട്. അതുപോലെ ബ്രേക്കിംഗ് ഒക്കെ നല്ല സ്റ്റേബിളാണ്. ഓവറോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ള ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പോലെ അല്ലേ മോഡേൺ ഡ്രൈവിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല. പെട്ടെന്ന് ഈ വലിച്ച് പൊക്കി നമുക്ക് മറ്റേത് ഇപ്പോൾ ഓടിക്കുന്നത് പൊക്കണം. അതൊരു ലിഫ്റ്റിംഗ് ടൈപ്പാണ്. ഇത് ഒരു ക്ലിപ്പ് പോലെ പിടിച്ച് പൊക്കിയിട്ട് റിവേഴ്സിന് വേണ്ടിയിട്ട്. എനിക്ക് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തോന്നിയത് പൊതുവെ 1200cc എഞ്ചിൻ്റെ 1000 എബോവ് cc ഉള്ള എഞ്ചിനാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ RPM-ൽ തന്നെ മാക്സിമം ടോർക്ക് ഗെയിൻ ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ഹൈലൈറ്റ്. ഓവറോൾ നമുക്ക് ഇരിക്കാനുള്ളൊരു എക്കണോമിക്സ് ആയിരുന്നാലും ഒരു നല്ലൊരു ഡ്രൈവബിലിറ്റി ഓഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്കണോമിക്സ് ആണ് ഓവറോൾ. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ടിൽറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു ടെലസ്കോപ്പിക് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഈ സിറ്റിയിലൊക്കെ ഇങ്ങനെ നമുക്ക് പോയാലേ ആക്സലറേഷൻ്റെ ആവശ്യമില്ലാതെ നമുക്കിങ്ങനെ പയ്യെ ക്രീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ക്രീപ്പ് ഫംഗ്ഷൻ ഈ വണ്ടിയിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഡിസയറിലില്ലായിരുന്നു. അതാണ് ഡിസയറിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യമായിട്ട് വണ്ടിയിലത് കയറി ഓടിച്ചപ്പോൾ. ടിൽറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടോൾ ബോയ് ആണ്, പക്ഷേ എങ്കിൽ പോലും സാൻഡ്രോ ഇറങ്ങിയ സമയത്താണ് ഭയങ്കര ടോൾ ബോയ് ഡിസൈനാണ്, കുറച്ചും കൂടെ ടോൾ ബോയ്. അപ്പോൾ ടോൾ ബോയ്ക്ക് കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് അതുപോലെ ബോഡി റോളൊക്കെ വരും. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ വീണ്ടും കുറച്ചും കൂടെ എയറോഡൈനാമിക് ആക്കി, സൈസ് കുറച്ചുണ്ടായി. അപ്പോൾ കറക്റ്റ് ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. പെനട്രേറ്റ് ചെയ്ത് പോകാനും അത് നമുക്ക് ആ ഒരു പെർഫോമൻസിൽ നല്ലപോലെ അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ സ്പീഡിനനുസരിച്ച് ടൈറ്റ് ആവുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു ആവശ്യത്തിന്. അപ്പോൾ എല്ലാ വണ്ടികളിലും പറയുന്ന പോലെ തന്നെ വളരെ മിനിമൽ RPM-ൽ മാക്സിമം ടോർക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ഒരു 20 അടുപ്പിച്ചൊക്കെ കിട്ടണം. പിന്നെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റും ആണ്, സെയിം ടൈം കുറച്ച് സ്റ്റിഫും ആണ്. അതാണ് ഹ്യുണ്ടായിയുടെ ഒരു സസ്പെൻഷൻ ട്യൂണിങ്. നമ്മുടെയൊക്കെ വണ്ടിയിൽ ഭയങ്കര സ്റ്റിഫാണ് സസ്പെൻഷനാണ്. അതേസമയം മാരുതി സുസുക്കിയുടെ വണ്ടികളൊക്കെ ഇന്ത്യയിൽ ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖം തോന്നും. ബട്ട് റഫ് റോഡ്സിൽ വരുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. വലിയ ഹമ്പൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അടിയൊക്കെ തട്ടയൊക്കെ ചെയ്യും. ഒരു രണ്ടിൻ്റെയും നടുവിലുള്ളൊരു സസ്പെൻഷൻ ട്യൂണിങ് പോലെയാണ് എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ വണ്ടി അധികം യൂസ് ചെയ്തിട്ടില്ല, ഓടിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബയർക്ക് ഇതിൻ്റെ സെല്ലറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു മീഡിയേറ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഈ ഒരു വണ്ടി വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യും. പിന്നെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഞാൻ പൊതുവേ സുസുക്കിയുടെ വണ്ടികൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനും ഓവറോൾ സുസുക്കിയിൽ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ല റിഫൈൻഡ് എഞ്ചിൻ പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ബോഡി സ്ട്രെങ്ത് ഒക്കെ വളരെ പോറായിരുന്നു ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ. ഇപ്പോൾ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. കാരണം എസ്പ്രസോ അതിനൊരു എക്സാമ്പിളാണ്, 3 സ്റ്റാർ റേറ്റിംഗും ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി.